ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. അങ്ങനെ ഇന്ന് ഞാൻ വീണ്ടും ഒരു ഇഫ്താർ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചവ്വരിയും ഫ്രൂട്ട്സും പാലും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള കാണാനും നല്ല ഭംഗിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ആ എടുത്ത പാലിൻ്റെ പകുതി അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം ഡ്രിങ്ക് വേണോ അതിനനുസരിച്ച് പാലും വെള്ളമൊക്കെ മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾക്ക് ഈ ഒരു ഡ്രിങ്ക് തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺഫ്ലോർ ആണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ചൂടില്ലാത്ത വെള്ളമോ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമോ അല്ലെങ്കിൽ പാലോ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് കട്ടൊന്നുമില്ലാതെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി വെക്കാം. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ കസ്റ്റേർഡ് പൗഡർ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ അപ്പോൾ ഈ ഒരു ഡ്രിങ്കിൻ്റെ കളറിനൊരു ലൈറ്റ് യെല്ലോ കളറായിരിക്കും വരിക. നല്ല വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോൺഫ്ലോർ മിക്സ് ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ കോൺഫ്ലോറിൻ്റെ അളവ് കൂടി പോകരുത്, അപ്പോൾ അത് മൊത്തത്തിൽ തിക്കായി പോകും. ഇനിയിപ്പോൾ പാലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഒന്നും കൂടിയും അടിപൊളിയായിരിക്കും. പിന്നെ എന്താ പറയുക, കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ പാലൊന്ന് നല്ലോണം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. കോൺഫ്ലോറൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലോണം ഒന്ന് തിളച്ച് ആ കോൺഫ്ലോർ ഒന്ന് വെന്ത് വന്നാൽ മതിയാവും. നമ്മൾ കോൺഫ്ലോർ ഒഴിച്ച് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് തിക്കായിട്ടൊന്നുമില്ല. ഇങ്ങനൊരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിൽ തന്നെയാണ് കേട്ടോ വേണ്ടിയത്. പിന്നെ ഇത് ഇനി ചൂട് ഒക്കെ ആറുമ്പോൾ ഒന്നും കൂടിയൊക്കെ തിക്കായിട്ട് വരും. പിന്നെ നമുക്ക് ഇതിലേക്ക് ചവ്വരിയൊക്കെ ചേർക്കാണ്ടെന്ന് പറഞ്ഞില്ലേ, ചവ്വരിയൊക്കെ ചേർക്കുമ്പോൾ തന്നെ ഇതൊന്നും കൂടിയൊക്കെ ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് നമുക്കൊന്ന് റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടി ചവ്വരി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 1 കപ്പ് ചവ്വരിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചവ്വരി അല്ലെങ്കിൽ എന്താ പറയുക, സാഗോ സീഡ്സ് എന്നൊക്കെ പറയും, സാവോനരി എന്നൊക്കെ പറയും നമ്മളവിടെ. അപ്പോൾ ഈ എന്താ പറയുക, ചവ്വരി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ചവ്വരി ആദ്യം തന്നെ കുറച്ചൊന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടും കേട്ടോ. ഞാൻ കുതിർത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു 10-12 മിനിറ്റൊക്കെ എടുത്തത് കുക്കായി കിട്ടാൻ. അതിനുശേഷം നമ്മൾക്കിത് ഇങ്ങനെ ഒരു അരിപ്പിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് കളയണം. അതിനുശേഷം അതിൻ്റെ മേലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ടാപ്പിൻ്റെ താഴെ പിടിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ആ സ്റ്റാർച്ചൊക്കെ കംപ്ലീറ്റ് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ചവ്വരിക്ക് നല്ലോണം സ്റ്റാർച്ച് ഉണ്ടാവും. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിത് വെള്ളം പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ഈ മിൽക്കിൻ്റെ മിക്സ് നല്ലോണം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. തണുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ ഈ കൂട്ട് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഇതിങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നല്ലോണം തണുത്തിന് ശേഷമാണ് ഇനി ബാക്കി മിക്സിങ്ങൊക്കെ. അല്ല നമുക്ക് പെട്ടെന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ തണുത്തിട്ടിക്കോളും. ഇപ്പോൾ ഇതാ നമ്മളെ പാലും ചവ്വരിയൊക്കെ ചേർന്ന് ഈ ഒരു മിക്സ് നല്ലോണം തണുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ച മുന്തിരിയും പിന്നെ ബ്ലാക്ക് മുന്തിരിയും ഒരു അനാറും ഒരു ആപ്പിളും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മൈസൂർ പഴമല്ലേ, മൈസൂർ പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഈത്തപ്പഴമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരുപാട് കുറേ വെറൈറ്റി ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കുറച്ച് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. കാരണം ഇതൊരു ഡ്രിങ്കാണ്, നമുക്ക് നല്ല റിലാക്സ് ആയിട്ട് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ എന്താ പറയുക, ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ആക്കി അങ്ങനെയൊക്കെ ആകുമ്പോൾ അതുപോലെ ഫ്രൂട്ട് സലാഡ് ആവില്ലേ, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എടുക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം കുറച്ച് കുറച്ചായിട്ട് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഡ്രിങ്കൊക്കെ റെഡിയാക്കുമ്പോൾ അങ്ങനെ വൈറ്റ് ഡ്രിങ്കിൽ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കളർഫുൾ ആയിട്ടുള്ളതൊക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ നല്ല രസമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചുവപ്പും പച്ചയും കറുപ്പും അങ്ങനെയൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തത്.
അപ്പോൾ അങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ കസ്കസ് ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ കസ്കസ് 1 കപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കസ്കസ് വലിയ താല്പര്യമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറക്കുക, അല്ലെങ്കിൽ വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പക്ഷേ കുടിക്കണത് നല്ലതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് നല്ലോണം ചേർക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഒരു 2-2.5 ടേബിൾ സ്പൂണൊക്കെ ചേർക്കും. അപ്പോൾ ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മളിതിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1.5 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കസ്റ്റർഡ് പൗഡറാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെന്തായാലും ഒരു വാനില ഫ്ലേവർ ഉണ്ടാവില്ലേ. ഇനി വാനില ഫ്ലേവർഡ് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ എന്താ പറയുക, ഇതിപ്പോൾ നമ്മൾ കോൺഫ്ലോർ ആകുമ്പോൾ അതിന് ഒരു ഫ്ലേവറും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അതിന് പകരം കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും നല്ലതായിരിക്കും കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ചവരിയും ഫ്രൂട്ട്സും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വയറിന് നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല റെസിപ്പീസും വ്ളോഗുകളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.